ശരി, അഡ്വക്കേറ്റ് മനോജ് പാലയിലേക്ക് പോകുന്നു. അഖില ഭാരത അയ്യപ്പ സേവാ സംഘം ദേശീയ പ്രവർത്തക സമിതി അംഗമാണ്. അഡ്വക്കേറ്റ് മനോജ്, ഇപ്പോൾ ഡി മണിയെ ചോദ്യം ചെയ്തു. ഡി മണിയെ ഡിണ്ടിഗലിലെത്തിയിട്ടാണ് SIT ചോദ്യം ചെയ്തിരിക്കുന്നത്. ഇത് ഈ പറഞ്ഞ പോറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ആരോപണ വിധേയനായ മണി തന്നെയാണ് എന്ന കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട് ഈ പത്തനംതിട്ടയിലെ വ്യവസായിയിൽ നിന്നും SIT. അങ്ങയുടെ ഒരു അനുമാനം എന്താണ്? ഇപ്പോൾ ഈ പഞ്ചലോഹ വിഗ്രഹങ്ങളുടെ കടത്താണ് ഇയാൾ പ്രധാന പരിപാടി എന്നറിയുമ്പോൾ ശബരിമലയിൽ നിന്നും പഞ്ചലോഹ വിഗ്രഹങ്ങളൊന്നും പോയിട്ടില്ല എന്ന് തന്നെയല്ലേ ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യം? ഇവിടെ സ്വർണ്ണപ്പാളി പോയിരിക്കുന്നു. അത് ഏത് രൂപത്തിലാണ് കൊണ്ടുപോയത് നമുക്കറിയാം. പക്ഷേ വിഗ്രഹക്കടത്തിലെ ഒരു പ്രധാനിയാണ് ഡി മണി എന്ന് പറയുമ്പോൾ ശബരിമലയിൽ നിന്നും അത്തരം വിഗ്രഹങ്ങൾ പോയതായത് എന്തെങ്കിലും വിവരങ്ങളോ സൂചനകളോ അങ്ങയുടെ മുന്നിലുണ്ടോ? ശബരിമലയിൽ നിന്ന് എന്തൊക്കെ പോയി എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ല. എന്നാലും വിഗ്രഹങ്ങൾ പോയിട്ടുണ്ടാവും. ശബരിമലയിൽ ഈ പാവപ്പെട്ട അയ്യപ്പ ഭക്തന്മാർ വന്ന് അവരുടെ ഓരോ വർഷത്തെ സമ്പാദ്യത്തിൻ്റെ ഒരു പങ്ക് ശബരിമല ശാസ്താവിന് അവർ കാണിക്കയായിട്ട് അർപ്പിക്കുന്ന ആ ഒരു പണം മുഴുവൻ അടിച്ചുകൊണ്ട് പോയി. അതുപോലെ തന്നെ ഈ നമ്മളെപ്പോഴും ഈ ദ്വാരപാലക ശില്പം മാത്രമാണ് എപ്പോഴും ഇങ്ങനെ മാറി പറഞ്ഞ് നമ്മുടെ ഈ ഡിബേറ്റുകളിലെല്ലാം ദ്വാരപാലക ശില്പം മാത്രമല്ല, അവിടുത്തെ ഏറ്റവും ശ്രീകോവിലിൻ്റെ കട്ടളയും കഥവും നല്ല മൂപ്പെത്തിയ ഒന്നാന്തരം തേക്ക് തടി കൊണ്ടുണ്ടാക്കിയ കട്ടളയും കഥവുമാണ്. കട്ടളയും കഥവും അതിനുശേഷം അത് ചെമ്പ് പാളി പൊതിഞ്ഞ് അതിൻ്റെ മുകളിലാണ് ഈ 24 ക്യാരറ്റ് സ്വർണം പൊതിഞ്ഞാണ് ആ കട്ടളയും കഥവും ഉണ്ടാക്കിയിരിക്കുന്നത്. ആ കട്ടളയും കഥവും അഴിച്ചു മാറ്റിക്കിട്ടെ അത് 1998 വിജയ് മല്യ സംഭാവന ചെയ്തതാണ് ഈ കട്ടളയും കഥവും. ഈ കട്ടളയും കഥവും അതിനകത്ത് എലി കയറുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ കട്ടളയും കഥവും അഴിച്ചു മാറ്റുന്ന ഒരു സംവിധാനം അവിടെ നിന്നുണ്ടായി. അതുപോലെ തന്നെ ശബരിമല ഈ നമ്മുടെ വിജയ് മല്യ സംഭാവന ചെയ്ത ഈ നമ്മുടെ ശ്രീകോവിലിൻ്റെ മുകളിലെ 3 താഴികക്കുടം, ഈ താഴികക്കുടം എല്ലാം അഴിച്ചു മാറ്റി വീണ്ടും 2017-18 കാലങ്ങളിൽ റിപ്പയർ ചെയ്തു എന്നാണ് അറിയുന്നത്. അപ്പം ഇതിനെക്കുറിച്ചൊന്നും ഒരന്വേഷണമോ ഇതോ ആരും ഇതിനകത്ത് സംസാരിക്കാത്ത എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ ഈ നമ്മുടെ കൊടിമരം മാറ്റി പ്രതിഷ്ഠിച്ചു. കൊടിമരം മാറ്റി പ്രതിഷ്ഠിച്ച എന്തിനാ? കൊടിമരം പ്രതിഷ്ഠിച്ച സമയത്ത് ആ കൊടിമരത്തിൻ്റെ ഈ തടിക്ക് കേടുപാടുകളുണ്ടെന്നും അതിനകത്ത് ഈ കീടങ്ങൾ കയറി അത് ഈ കൊടിമരത്തിന് ജീർണത ബാധിച്ചു, അത് ഭഗവാന് അനിഷ്ടമുണ്ടാക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കൊടിമരം പൊളിക്കുകയുണ്ടായി. ഈ കൊടിമരം പൊളിച്ചപ്പോൾ അത് കോൺക്രീറ്റ് കൊടിമരമായിരുന്നു. ആ കൊടിമരം വെച്ച് നമ്മൾ പുതിയ കൊടിമരത്തിന് പുനഃപ്രതിഷ്ഠ നടത്തി കഴിഞ്ഞപ്പോൾ അതിലിരുന്ന വാജിവാഹനവും എടുത്തുകൊണ്ട് പോവുകയാണ് തന്ത്രി ചെയ്തത്. നമ്മൾ ആലോചിക്കുന്നത് ഇത് ഈ നമ്മുടെ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തപ്പോൾ പത്മകുമാർ പറഞ്ഞു, ഞാൻ ഇതിൻ്റെ മുഴുവൻ കാര്യങ്ങളും വെളിച്ചത്ത് വന്നാൽ നമ്മളുടെ മനസ്സിലിരിക്കുന്ന വിഗ്രഹങ്ങളെല്ലാം ഉടഞ്ഞു പോകും എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് പത്മകുമാറിൻ്റെ ഉണ്ടായിരുന്നു. ആ വിഗ്രഹങ്ങൾ എന്ന് പറയുന്നത് രാഷ്ട്രീയ നേതാക്കളാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഇതിനകത്ത് ശബരിമലയായിട്ട് ബന്ധപ്പെട്ട് ഒട്ടനവധി ഒരു മാഫിയ സംഘം ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ പിടിയിലാണ് ശബരിമല. അവിടെ വരുന്ന കോടാനുകോടി രൂപയുടെ സ്വർണം, വെള്ളി, ഇതിനൊന്നും കൃത്യമായിട്ടൊരു കണക്കോ രേഖകളോ ഒന്നും ഇല്ലാത്ത ഒരവസ്ഥയിലാണ് ഇപ്പോൾ. എന്തേരം പോയിട്ടുണ്ട് എന്ന് ആർക്കും അറിയത്തില്ല. ഇപ്പോൾ ദ്വാരപാലക ശില്പം എടുത്തുകൊണ്ട് പോയതുകൊണ്ട് മാത്രമാണ് നമുക്കിത്. അതുപോലെ തന്നെ നമ്മുടെ സ്പെഷ്യൽ കമ്മീഷണറായിട്ട് വന്ന ജയകൃഷ്ണൻ സാർ, അദ്ദേഹത്തെ പോലെ ഒരു നല്ല സുതാര്യമായ അഴിമതി തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ഒരു വ്യക്തി അവിടെ വന്നതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം കൃത്യമായിട്ട് ഹൈക്കോടതിക്ക് റിപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിഷയം അവിടെ ഉണ്ടായതും ഇവരെല്ലാം പിടിക്കപ്പെടാൻ കാരണം. അയ്യപ്പൻ്റെ മുതൽ അടിച്ചു മാറ്റി ആരാണ്? ഞാൻ എല്ലാ മാസവും ശബരിമലയ്ക്ക് പോകുന്ന ആളാണ്. അതുകൊണ്ട് എല്ലാ മാസവും ഇത് ഉള്ള പരിചയമുണ്ട്. ഇതെല്ലാം ഈ കൊടിമര പ്രശ്നം നടത്തിയപ്പോഴെല്ലാം ഞാനവിടെ ഉണ്ടായിരുന്നു. ഇവിടെയെല്ലാം ഈ തട്ടിപ്പുകൾക്കെല്ലാം ഉത്തരവാദികളായ ആളുകളെ ശബരിമല സന്നിധാനത്ത് നിന്ന് മാറ്റി നിർത്തിയുള്ള അന്വേഷണമാണ് ഇവിടെ. SIT എന്ന് പറയുന്നത് നമുക്ക് ഈ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണമാണ് നടക്കുന്നത്. ഹൈക്കോടതിയുടെ ആ കാര്യത്തിലൊന്നും തർക്കമില്ല. ഹൈക്കോടതി എല്ലാം നോക്കുന്നുണ്ട്, CD ഫയലുകൾ വരുത്തി നോക്കുന്നുണ്ട്. പക്ഷേ ഹൈക്കോടതിക്ക് ദൈനംദിന കാര്യങ്ങളിൽ SITയുടെ അന്വേഷണങ്ങളൊക്കെ മുഴുവൻ പഠിച്ച് ഒരു വിധി പ്രസ്താവം പുറപ്പെടുവിക്കാനോ ഒരു ഓർഡർ പുറപ്പെടുവിക്കാനോ ഒന്നും സാധിക്കില്ല. എന്ന് വെച്ചാൽ ഓരോ ദൈനംദിനമായിട്ട് ഇവർ ഈ അന്വേഷണം നടത്തുന്നതല്ല SIT. പക്ഷേ SITക്ക് ഇത് ചെയ്യാൻ പറ്റുമോ? ഇതിന് പുറത്തോട്ടുള്ള പല ആളുകളും ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഈ ആരോപണങ്ങളൊക്കെ ഇത് വലിയൊരു മാഫിയ സംഘം ഇതിനകത്തുണ്ട്. ഇത് തലത്തിലേക്ക് നീങ്ങാമെന്നുള്ളതാണ്. തന്ത്രിയുമായി ബന്ധപ്പെട്ടൊക്കെ നേരത്തെയും ആരോപണങ്ങൾ ഉയർന്നിരുന്നു. പക്ഷെ തന്ത്രിയുടെ മൊഴിയും എടുത്തിട്ടുണ്ട് SIT. അതിനുശേഷം തന്ത്രി പുറത്തു പറഞ്ഞിട്ടുള്ള കാര്യം അവിടെ പൂജകൾക്ക് മാത്രമേ തന്ത്രിക്ക് അധികാരമുള്ളൂ, അതിനകത്ത് വലിയ അധികാരങ്ങളില്ല എന്നുള്ളതാണ്. അപ്പോൾ അതാണ് തന്ത്രി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. പിന്നെ മൊഴിയെടുത്തു എന്നത് മാത്രമല്ലല്ലോ അവിടുത്തെ കാര്യങ്ങൾ SIT പരിശോധിക്കൽ നിന്നും തന്ത്രിമാർക്കുള്ള പങ്കെന്ത് എന്നുള്ള കാര്യം കൃത്യമായി SITക്ക് മനസ്സിലാകുമല്ലോ. അപ്പോൾ അത് മനസ്സിലായിട്ടും SITക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നാണോ അങ്ങയുടെ മനസ്സിലാക്കൽ, അങ്ങയുടെ തോന്നൽ?
SIT ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെന്നാണ് എൻ്റെ വിശ്വാസം. എന്ന് വെച്ചാൽ ശബരിമല ശ്രീകോവിലുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും തന്ത്രി അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ താന്ത്രികപരമായ കാര്യങ്ങൾ അവസാന വാക്ക് തന്ത്രിയുടെയാണ്. തന്ത്രിയുടെ അറിവോ സമ്മതമോ അനുവാദമോ കൂടാതെ ഒരു കാര്യവും ശബരിമല സന്നിധാനത്ത് നടക്കാൻ പാടില്ല. അതാണ് അങ്ങനെ ഒരു സംവിധാനം ഉള്ളപ്പോൾ തന്ത്രി അറിയാതെ ഒരു കാര്യവും നടക്കില്ല. അവിടെ ദ്വാരപാല ശില്പം ഇളക്കിക്കൊണ്ട് പോകണം, തന്ത്രിയുടെ അനുവാദം ചോദിച്ചിരിക്കണം. അതുപോലെ തന്നെ ഏത് കാര്യവും അവിടെ നടക്കണമെങ്കിൽ തന്ത്രിയുടെ അനുവാദമില്ലാതെ ഒരു കാര്യത്തിൽ, ഒരു പൂജാ കാര്യങ്ങളിൽ ചെറിയ വ്യത്യാസം വരുത്തണേലും പോലും തന്ത്രിയുടെ അനുവാദം വേണം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ തന്ത്രി അറിയാതെ ഒരു കാര്യവും നടക്കില്ല. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തന്നെ അവിടെ കൊണ്ടുവന്നയാൾ ഈ തന്ത്രിയാണ്. തന്ത്രി കർണാടകത്തിൽ ഏതോ ഒരു അമ്പലത്തിൽ പൂജയ്ക്ക് പോയി കഴിഞ്ഞപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഈ മാധവൻ പോറ്റി എന്ന 2017-18 കാലഘട്ടങ്ങളിലാണെന്ന് തോന്നുന്നു, മാധവൻ പോറ്റി എന്നൊരു കീഴ്ശാന്തിയുടെ കൂടെ ഒരു പരികർമ്മിയായിട്ടാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ട് അവിടെ പരിചയപ്പെടുത്തി അവിടെ ആക്കി കൊടുക്കുന്ന ആൾ തന്ത്രിയാണ്. അപ്പോൾ തന്ത്രിക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞാൽ അത് വിശ്വസിക്കാനായിട്ട് വിശ്വാസ സമൂഹം തയ്യാറല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഇപ്പോൾ രാഷ്ട്രീയ നേതാക്കൾക്കൊപ്പം ഒക്കെ ഈ പോറ്റി നിൽക്കുന്ന ദൃശ്യങ്ങൾ കാണാമല്ലോ. അപ്പോൾ പോറ്റി അവിടെ ഒരു പ്രധാനിയാകുന്നത് തന്ത്രി വഴിയാണ്. അങ്ങനെ എല്ലാവരിലേക്കും അയാൾ സ്വാധീനം ചെലുത്തുന്ന ഒരാളായി മാറുന്നു, എല്ലാവരുടെയും വിശ്വാസം നേടിയെടുക്കുന്നു. അതാണ് അങ്ങയുടെ മനസ്സിലാക്കൽ അല്ലേ? ഉറപ്പാടി ഈ പോറ്റിയെ അവിടെ കൊണ്ടുവന്ന പോറ്റിക്ക് തമിഴ്, കന്നഡ, തെലുങ്ക് അങ്ങനെ നിരവധി ഭാഷകൾ ഈ പോറ്റിക്കറിയാം. പിന്നെ പോറ്റിയെ കൊണ്ട് നല്ല കണ്ടു കഴിയുമ്പോൾ തന്നെ അറിയാം, നല്ല തങ്കപ്പെട്ട ഒരു മനുഷ്യൻ്റെ മുഖമൊക്കെ അല്ലേ, നല്ല കണ്ടു കഴിഞ്ഞാൽ നല്ല മിടുക്കനായിട്ടിരിക്കുന്ന പോറ്റിയുടെ ആ ഒരു സൗമ്യമായ പെരുമാറ്റവും ഇത് ആളുകളെ പെട്ടെന്ന് ആകർഷിച്ച് പോറ്റി പെട്ടെന്ന് തന്നെ മുഴുവൻ ആളുകളുമായിട്ട് അടുത്ത് ഈ ആളുകളുടെ എല്ലാം മൊബൈൽ ഫോൺ നമ്പറുകളൊക്കെ കളക്ട് ചെയ്തിട്ട് ഈ ആളുകളുമായിട്ട് അടുത്തിടപഴകിക്കൊണ്ട് അവരുടെ ഒരു വിശ്വാസ്യത പോറ്റിക്ക് നേടിയെടുക്കാൻ സാധിച്ചു. അതുവഴി ഉണ്ടായ ഒരു സംഭവങ്ങളാണ് ശബരിമലയിൽ ഉണ്ടായ കാര്യങ്ങൾ മൊത്തം. അതുവഴി ഒരു വലിയൊരു മാഫിയ സംഘത്തെ ശബരിമലയിലോട്ട് കടന്നു കഴിഞ്ഞ് കൊള്ളയടിക്കുവാൻ നമ്മുടെ ഈ ഭക്തർ കാണിക്കയായി സമർപ്പിക്കുന്ന പണവും മറ്റ് സ്വർണവും വെള്ളിയും ഉൾപ്പെടെയുള്ള സാധനങ്ങളെല്ലാം കൊള്ളയടിക്കാനുള്ള കൊള്ളയടിക്കാനുള്ള ഒരു കാരണം പോറ്റിയെ പോലുള്ള ആളുകൾ നമ്മുടെ ശബരിമല സന്നിധാനത്ത് തമ്പടിക്കുന്നത് കൊണ്ടാണ് എന്ന് 100% ഉറപ്പാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.